ചിക്കൻ വെജിറ്റബിൾ പാസ്തയാണ് തയ്യാറാക്കുന്നത്. ഞാൻ പാസ്ത എങ്ങനെ ആദ്യം തന്നെ വേവിക്കാം. ഒരടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരല്പം എണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തതാണ്. ഒരല്പം ഉപ്പിട്ടിട്ടാണ് നമ്മളത് ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് ഊറ്റി മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാൻ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു. അതിലേക്ക് ഒരു അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും ബട്ടറിനകത്തോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദാമാവ് ചേർക്കാം. കാര്യം ഞാനിവിടെ പാസ്ത കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ മൈദാമാവാണ് ചേർക്കുന്നത്. ഈ മൈദാമാവ് ഒന്ന് നല്ല രീതിയിലൊന്ന് അതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരല്പം ചിക്കൻ സ്റ്റോക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് കട്ടയെല്ലാം മാറുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി ആ കട്ടയൊന്ന് ഉടച്ച് നല്ല ക്രീമി ടെക്സ്ചറിലോട്ടാക്കി എടുക്കണം. നല്ല ക്രീമി ആയിട്ട് വരണം. ആ ക്രീമി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. കുറച്ചധികം ഒറിഗാനോ ഇട്ട് കൊടുക്കാം. പാസ്ത കൂടുതലുള്ളതുകൊണ്ടാണ് കുറച്ച് ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഞാനൊരു ചിക്കൻ ക്യൂബ് മാഗി ക്യൂബും കൂടെ ഇടുന്നുണ്ട്. ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു മാഗി ക്യൂബും കൂടെ ഇടുന്നുണ്ട്. മണത്തിനും ഒരു ഉപ്പ് രസവും അതിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഒരു അരക്കപ്പ് പാലൊഴിക്കാം. പാലൊഴിച്ച് കുറച്ച് വെജിറ്റബിൾ ചേർക്കാം. ബീൻസല്ല, ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കവുമാണ് ഞാൻ ചേർക്കുന്നത്. ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കവും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ഇളക്കി വന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിക്കീരയും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിക്കീരയുടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് പിച്ചി നുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ സ്കിപ്പായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരല്പം ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 3 സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസ് ചേർക്കുന്നുണ്ട്. അടുപ്പെല്ലാം ഇപ്പം ഓണാണ്, അടുപ്പ് അണച്ചിട്ടില്ല. കാര്യം ചീസൊക്കെ ഒന്ന് ചൂടുകൊണ്ട് മെൽറ്റായിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് അടുപ്പൊന്നും അണയ്ക്കണ്ട. അടുപ്പിൽ വെച്ച് തന്നെയാണ് ഇതെല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ വെള്ളവും പാലും ചിക്കൻ സ്റ്റോക്കും കൂടെ ഉള്ളതുകൊണ്ട് ആ ക്രീമി ടെക്സ്ചറിൽ തന്നെ കുറച്ച് ക്രീമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് അധികം കട്ട പിടിച്ചിട്ടില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പാസ്ത ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള പാസ്ത മാത്രം ചേർത്താൽ മതി. ഉപ്പെല്ലാം നോക്കി ഉപ്പെല്ലാം ഉണ്ട്. ഒരല്പം ഒറിഗാനോയും ചേർത്ത് പിന്നീട് ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസും ചേർത്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. പാസ്ത റെഡി. വളരെ ടേസ്റ്റിയാണ്. ജങ്ക് ഫുഡാണ്. ആവശ്യമുള്ളവർ മാത്രം പ്രിപ്പയർ ചെയ്യുക. താങ്ക്